ഗായ്സ്, എംസിഎഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഗോൾഡ് ഫാമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഗോൾഡ് ഫാം നമ്മൾ ഇന്ന് സെറ്റാക്കി ഉണ്ടാക്കാൻ പോവാണ്. നമ്മളിന്ന് ഗോൾഡ് ഫാം ഉണ്ടാക്കാൻ പോകുന്നത് ഇവളുടെ കൂടെയാണ്. മൾട്ടിപ്ലെയറാണ് നമ്മൾ കളിക്കുന്നത്. മൾട്ടിപ്ലെയറിൽ ഇനി നമ്മളൊന്ന് വേഗം കയറിയപ്പോൾ ഒരു ക്രീപ്പർ പൊട്ടിത്തെറിച്ച് നമ്മുടെ ഇതൊക്കെ പോയിട്ടുണ്ടായിരുന്നു. മൾട്ടിപ്ലെയർ നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോ ആണ്. അത്യാവശ്യം വ്യൂസൊക്കെ ഉണ്ട്. എന്നാലും നിങ്ങൾ കണ്ടിട്ട് കമൻ്റ് ഒന്നും ഇടുന്നില്ല നോക്ക്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കുതിരേനെ കിട്ടി. അവൾക്ക് വേഗം ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ അത് ഒരു ലെതറിൻ്റെ ആർമർ ഉണ്ടാക്കി കൊടുത്തു. ഞങ്ങൾക്ക് രണ്ടാക്കും കുതിരയായി. ഇനി ഫുൾ കുതിരക്കളിയായിരിക്കും. പിന്നെ നമ്മൾ ഗോൾഡ് ഫാമിലുള്ള റിസോഴ്സസൊക്കെ ഏകദേശം സെറ്റാക്കിയായിരുന്നു. ഏകദേശം ഒന്നുമില്ല, 2 ലാവ് മാത്രം കുറച്ച് ഞാൻ ഓഫ് ക്യാമറയിൽ നിന്ന് എടുത്തായിരുന്നു. അതുമാത്രമേ വലുതായിട്ട് ആവശ്യമുണ്ടായിരുന്നു. ലാവ് പിന്നെ ലാവ പൂളൊന്നും കാണാനുണ്ടായിരുന്നില്ല. ആ ലാവ് ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്തി. ആ ലാവ് ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാം. ഒന്നുകൂടി ഇല്ലേ? ഓക്കെ, നമ്മൾ 2 ബക്കറ്റ് ലാവ എടുത്തിട്ടുണ്ടായിരുന്നു. കിട്ടി. ഇനി നമ്മൾ ഇവിടെ ഒരു ഇത്ര വേഗോ. ഇനി ഇവിടെ നമ്മൾ ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു ഇൻഫിനിറ്റി ലാവാ പൂൾ ഉണ്ടാകാൻ പോകണം. അതിനകത്താണ് നമ്മൾ ലാവ ഇൻഫിനിറ്റി പൂൾ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ചെറിയൊരു ഗസ്സാണ്. നമുക്കത് വർക്കാവുമെന്ന് കറക്റ്റ് അറിയില്ല. ഇവിടുന്ന് കൂടി ചോദിച്ചാൽ ഇൻഫിനിറ്റി ലാവാ പൂൾ. ഇൻഫിനിറ്റി ലാവാ പൂൾ എന്ന് പറഞ്ഞ സാധനം ഇല്ല. കണ്ട സീനില്ല. നമ്മൾ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നമ്മൾ ഉദ്ദേശിച്ച് ഇനി ഇവിടെ ഒരു ഇത് വെക്കുക. എന്നിട്ട് ഇവിടെ ഒരു കല്ല് വെക്കുക. എന്നിട്ട് നമ്മൾ ഇപ്പുറത്തുനിന്ന് വെള്ളം എടുത്തിട്ട് ഇതിൻ്റെ നടുക്ക് വയ്ക്കുമ്പോൾ ഉറങ്ങിയോ നീ എൻ്റെ ഇടയ്ക്ക്? നടുക്ക് വയ്ക്കുമ്പോൾ വർക്കാവില്ല. നമ്മൾ വേറെ ഏതെങ്കിലും ലാവാ പൂള് കണ്ടുപിടിക്കാൻ പോകേണ്ട വരും. ഇങ്ങനെയാണേ പണി കിട്ടും. ഞാൻ ഒന്ന് ഉറങ്ങട്ടെ. എവിടെ കട്ടില്? കുഴപ്പമില്ല, അതിനകത്ത് ഒരു കൈ മലർത്തിയൊക്കെ കിടക്കുന്നു. ഞാൻ കിടക്കട്ടെ. റീസ്പോൺ പൊട്ടിക്കല്ലേ. പിന്നെ നീ എങ്ങായിരിക്കും സ്പോണായോ? എനിക്ക് സീനില്ല. എനിക്കും സീനുണ്ട്. ഓക്കെ, രാവിലെ ഉണ്ട്. നമ്മൾ ഇൻഫിനിറ്റി പൂൾ അതിനകത്ത് ഡയമണ്ട് ഉണ്ട്. ഡയമണ്ടിൻ്റെ ആക്സ് നമ്മുടെ അടുത്ത് മുമ്പേ ഉണ്ടായിരുന്നു. പക്ഷേ എപ്പോഴും മാറിപ്പോയി. ആക്സ് എന്ന് പറഞ്ഞ ആക്സ് എന്ന് മാത്രം വാരി വരും. ഡയമണ്ടിൻ്റെ പിക്കാക്സാണ് നമ്മുടെ അടുത്തുള്ള. കുതിരേനെ എടുത്തിട്ട് പോകണം. നമ്മൾ ഇത് കുറച്ചധികം വേണം ഗേസ്. ഒരു ഐഡിയ ഉണ്ട് ഗേസ്. നമ്മൾ മുമ്പേ പോയൊരു കേവിൽ കുറച്ച് ഒരു ലാവാ പൂൾ ഉണ്ടായിരുന്നു. മുമ്പേ മുതൽ എപ്പിസോഡ് കണ്ടവർക്കറിയാം. ഞാൻ കുറേ നേരം മുമ്പേ എന്ന് പറയുന്നു. കുറേ മുമ്പേ എപ്പിസോഡുള്ള കണ്ടവർക്കറിയാം. നമ്മളൊരു ലാവാ പൂൾ ഇതിനു മുമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാവാ പൂളല്ല, അവിടെ ഒരു കേവിൽ നിന്ന് ലാവാ പൂൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ആ ലാവയിൽ നിന്നാണ് നമ്മൾ ഇനി ഈ കല്ലെടുക്കാൻ പോകുന്നത്. അപ്പം ഞാൻ എന്തായാലും ആവശ്യമില്ലാത്ത സാധനമൊക്കെ വെച്ചിട്ട് പോയിട്ട് ഈ ഒരു കല്ലൊരു 20 എടുത്തിട്ട് വന്നിട്ട് അപ്ഡേറ്റ് ചെയ്യേസ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്ര സാധനങ്ങൾ മതിയായിരിക്കും തോന്നുന്നു. അതിൻ്റെ ഇടയ്ക്ക് ചെറുങ്ങനെ നമ്മൾ എടുത്തുകൊണ്ട് വന്ന ആവശ്യമുള്ള ലാവ് ചെറുങ്ങനെ വീട്ടിൽ പറ്റി നമ്മൾ ഒന്ന് തീ കെടുത്തി വന്നപ്പോഴത്തേനും അടുത്ത തീയൊക്കെ എടുത്തി. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഉണ്ടായിരുന്ന പെട്ടിയങ്ങ് പൊട്ടിച്ച്. ആ പെട്ടി എനിക്ക് കളക്റ്റ് ആയില്ല. ആ സാധനങ്ങളും കളക്റ്റ് ആയില്ല. ആ പെട്ടിയിൽ പകുതി മുക്കാലും ഉണ്ടായിരുന്നത് ഇവിടെ ഉണ്ടായിരുന്ന ലാവിലേക്ക് കത്തിപ്പോയി. എൻ്റെ ഡയമണ്ട് ആക്സ് അതിൻ്റെ ഉള്ളിലായിരുന്നു. എല്ലാം അതിൻ്റെ ഉള്ളിലായിരുന്നു. എന്തൊരു ചീത്താന്ന് പറയാം നമ്മൾ ചെയ്തത്. എല്ലാം തീർന്നു. നമ്മളിനി എന്ത് ചെയ്യുമല്ലേ? എന്ത് ചെയ്യും? എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉരിയാടുവോ? ഞാൻ പറഞ്ഞുതരാം എന്ത് ചെയ്യുന്നു. അന്നത്തെ ഗോളായ നമ്മൾ അതന്നെ അങ്ങ് ചെയ്യാൻ തുടങ്ങാണ്. പക്ഷെ ആക്സ് പോയില്ലേ ഗൈസ്. നമ്മുടെ ഡയമണ്ട് പോയ ഡയമണ്ട് ഉണ്ട്. എന്നാലും ഒരു ചെറിയ വിഷമം. നമ്മുടെ സാധനം ഉണ്ടാക്കാൻ പോണ്. അപ്പോൾ വാടി നമുക്ക് ഉണ്ടാക്കാം.
എവിടെയായിട്ട് ഉണ്ടാക്കും? അതെല്ലാം ഞാൻ നിന്റെ തേച്ചേ. പോയി സൂര്യകാന്തി പറിച്ചിട്ടോ? ഞാനാ ഇവിടെ ഇഷ്ടം പോലെ പറിച്ച പോയി പറിച്ചിട്ട് വേണം. പറിച്ചിട്ട് എന്റെ അടുത്തേക്ക് വാ. ഇതെവിടെയെങ്കിലൊക്കെ ഉണ്ടാക്കേണ്ട സ്ഥലം കണ്ടുപിടിക്കണ്ടേ? കണ്ട നമ്മുടെ ഏതാ ഹെൽത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ട്? സൂര്യകാന്തി ഇങ്ങനെ വന്നേക്ക്, ഞാൻ എടുത്തോളാം. 7 ഇപ്പൊ ഏതോ പെട്ടിക്കാത്ത സ്റ്റാക്ക് കണക്കിന് അയണുണ്ട്. പിന്നെ ഇട്ടിട്ടുണ്ട് അവിടെ. പിന്നെ അതവിടെ ഇട്ടിട്ടുണ്ട്. ഇല്ല, എൻ്റെ കയ്യിലേക്ക് തിരിച്ച് കളക്റ്റായി. ഇതാ അവിടെ മേളിൽ വെള്ളത്തിൻ്റെ അടുത്തുണ്ട്. ഇതവിടെ ഇവിടെ ഇങ്ങോട്ടാ. ഇതാ ഇവിടെ മേളിലൊരു വെള്ളമില്ലേ, ആ വെള്ളത്തിൻ്റെ ഉള്ളിൽ കയറിയാൽ എടി ഇവിടെ നോക്ക് വെള്ളം. നീ എങ്ങോട്ടാ കയറി പോന്നേ? പിന്നെ ഇത് പിന്നെ താഴെയാ. ഓക്കെ, നമ്മൾ ആ സാധനം ഉണ്ടാക്കുന്നത് നമ്മൾ ലാഗടിപ്പിക്കുന്നില്ല. നമുക്ക് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കേണ്ടത്. അതിന് നമുക്ക് എവിടെ ഉണ്ടാക്കുന്നത് ഞാൻ നോക്കുവാണ്. നീ കഴിഞ്ഞെങ്കിൽ വേഗം വരണേടി. തികയോന്നറിയില്ല, ഇവള് കണക്കൂട്ടി പറഞ്ഞ 3, 4, 9 ചേരുമ്പോൾ 16 ആവുന്നു. എന്തായാലും ഞാൻ ഒരു 20 എടുത്തിട്ടുണ്ട്. 3, 9 കൂടുമ്പോൾ 16 ആവുമെന്ന് പറഞ്ഞതാണ്. ശരിയായാൽ മതി. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കൂട്ടാനും പോയില്ല. ശരിയായില്ലെങ്കിൽ ഞാൻ അപ്പം കാണിച്ചു കൊടുക്കും. അപ്പം എങ്ങാനും ശരിയായില്ലെങ്കിൽ എൻ്റെ ശരിയായ രൂപം നീ കാണും. ഗൈസ്, അപ്പോൾ നമ്മൾ 20 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൂട്ടി നോക്കാനും പോകുന്നില്ല. ഏകദേശം നമ്മൾ സമയം കുറേ ആയി. ഈ കല്ല് തന്നെ എടുക്കാൻ പോയിട്ട് അവിടെ നിന്ന് എത്ര വട്ടം ചത്തെന്നറിയാം. എന്തൊക്കെ സാധനങ്ങൾ പോയിന്നറിയോ? എടി അവിടെ വർക്കാവില്ല, നീ ഇറങ്ങണം. അവിടെ ഒരുത്തി റെയിൽ പൊട്ടിയ സ്ഥലത്ത് നിന്ന് വെച്ചിട്ട് കിടന്ന് ഞെക്കിക്കൊണ്ടിരിക്കുക. അങ്ങോട്ട് നിൽക്കുന്ന രീതിയിൽ ഉണ്ടാക്കണം. അല്ലേ? ഗൈസ്, ചടങ്ങാണല്ലോ. 9 ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ശവല ഉണ്ടാക്കിയിട്ടൊരു എടി അത് പൊട്ടിക്കല്ലേ. ഇവളാണ് അവിടെ നടന്നു വരാൻ പറ്റില്ല ആൾക്ക്. ഞാൻ എന്തായാലും ഇവിടുന്ന് 9 വെച്ചോക്കട്ടെ, കറക്റ്റ് ആവുമെന്ന്. അല്ലേ നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്യാം. പിന്നെന്താ വെച്ചാടി ഉണ്ടാക്കുന്നത്? ഓക്കെ, 9 വെക്കണം. ഞാൻ എണ്ണത്താൻ വേണ്ടല്ലേ, ശരിയാവില്ല. 1 4 വെച്ചോ? എന്തുവാ നോക്ക്, ഇത്ര ആകെ ബിൽഡ് ചെയ്യാൻ പറ്റിയുള്ളൂ. ഇനി ഇത്ര തന്നെ വേണം. ഇനി 20 വേണം. അയണാണെങ്കിൽ ഞാൻ ഇത്ര പാട് വിടും. ആ കല്ല് ഇനി 20 വേണം. ഞാൻ എന്തായാലും 20 കൂടി സെറ്റ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ആവശ്യത്തിനുള്ള സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇത്ര സാധനമാണ് വേണ്ടത്. സൂര്യകാന്തി അങ്ങോട്ടല്ല നോക്കിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇതൊക്കെ ഒന്ന് പൊളിച്ചതാട്ടെ. ഇതിങ്ങനെ പൊളിച്ച് വന്നിട്ട് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യണം. ഇങ്ങനെ 1, 2, 3 ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നത് ഇതിൽ ഈ തുപ്പുന്ന സാധനം. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കൊടുത്താൽ ഇതെങ്കിൽ തുപ്പെന്ന് തോന്നുന്നല്ലേ? നോക്കട്ടെ. ഇത് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഇത് തുപ്പണം. അതാണ് ചെയ്യേണ്ടത്. നോക്കട്ടെ, ഇത് ഇനി ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു ഇതില്ലേ, ഇതെങ്ങനെയായിരുന്നു എന്തായാലും ഇതിൽ ഈ വീഡിയോയിൽ ഇത് വർക്കാവാൻ തോന്നില്ല. ഇത് ഇങ്ങനെ പിന്നെ എന്താ കത്താത്ത ആക്സ്? ഒന്നും ഞാൻ എടുത്തില്ല. ഇങ്ങനെയല്ല സെറ്റ് ചെയ്യേണ്ടത്. ഇത് പൊളിച്ച് കാണാം. ഇതും വേണ്ട, ഇത്ര ഹൈറ്റിലേ വേണ്ടത് എന്നാണ് തോന്നുന്നു. ഞാൻ ഇനിയിപ്പോയിട്ട് യൂട്യൂബിൽ കയറി നോക്കാൻ വയ്യ. അതുകൊണ്ട് ഇന്നത്തേക്ക് നല്ല തൽക്കാലം ഒന്നും ഉണ്ടാക്കണം. നാളെ സെറ്റാക്കി ഉണ്ടാക്കണം. പ്രത്യേകം ഇന്ന് വർക്കാണെങ്കിൽ സീനൊന്നുമില്ല. ഇങ്ങനെ സെറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ
ഒന്നുകൂടി ഇങ്ങോട്ട് സെറ്റ് ചെയ്തിട്ട് ഈ തുപ്പുന്ന ഇതല്ലേ നമ്മളെന്ത് വെച്ചാൽ അത് തുപ്പം തോന്നുന്നു. എന്നിട്ട് ഒന്ന് ഇങ്ങോട്ട് നോക്കിയിട്ട് ഇവിടെ ഒരു കല്ല് വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഇത് പൊട്ടിക്കണം. അത് അറിയാണ്ട് ഒന്നാണ്. ഇനി ഇത് ഇങ്ങോട്ട് വെക്കണം. അപ്പോൾ അത് ബ്ലിങ്ക് ആവുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ഒന്നുകൂടി വെക്കണം. അങ്ങനെയാണ് കാണിക്കുന്നത്. അങ്ങനെ വെച്ചിട്ട് ഇനി ഇവിടെ ഫുള്ള് ഇങ്ങനെയല്ല ഇങ്ങനെയല്ല ഇവിടെ നിന്ന് ഇങ്ങനെ ലോക്ക് ചെയ്യണം. ഇങ്ങനെ വെക്കണം. ഇവിടെ ഒന്ന് പിന്നെ ഇതങ്ങ് മൂടാം. അപ്പോൾ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ? അത് വേണ്ട, മൂടണ്ട, അവിടെ നോട്ടെ. ചിലപ്പോൾ അത് മൂടി അത് ബ്ലിങ്ക് ആവുമോ? ഒന്നുകൂടി ഇങ്ങോട്ട് കൂടി വെക്കാം. ഓക്കെ, ബ്ലിങ്ക് ആവുന്നുണ്ട്. ഇനി നമ്മൾ ഇതിനുള്ളിലേക്ക് ചെക്ക് ചെയ്യണത്, ഇതിലേക്ക് വെള്ളം വെക്കുമ്പോൾ പുറത്തേക്ക് വരണം. അപ്പോൾ ഇതല്ല, ഇതാണെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ ഇങ്ങോട്ടായിരുന്നു നോക്കണ്ട, മാറിപ്പോയി. ഇത് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് അത് സെറ്റ് ചെയ്യുമ്പോൾ വർക്ക് ആവണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ അത് ഇവിടെ അതല്ല ആക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇത് സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം തുപ്പിടാം. ഇതിപ്പോൾ ഞാനിനി വേക്കടിച്ച് കയറുന്നുണ്ട്. എന്താ ചെയ്യില്ല, നമുക്ക് ഗോൾഡ് ഫാം സിമ്പിളായിട്ട് ഉണ്ടാക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ലാവില്ലേ, ഇവിടെ നിൽക്കുക, എടുക്കുക, ആണിത് കത്താത്ത. ഇതെവിടെ തീർത്തുന്നത്? ഓക്കെ, ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ലാവ് ഒഴിക്കണം. അയ്യോ, നമ്മൾ ഇതിൻ്റെ പുറഭാഗമെല്ലാം മൂടണം. എന്നിട്ട് നമ്മൾ ഇവിടെ ലാവ് ഒഴിക്കണം. ഇതിനകത്ത് ഓക്കെ, ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ലാവ് എടുക്കണം, ലാവ് എടുക്കണം. അയ്യോ, അങ്ങനെ കേട്ടോ. എന്നിട്ട് ഇത് പൊട്ടിക്കണം. ലാവ് വെച്ചിട്ട് അത് ബ്ലിങ്ക് ആവുന്നുണ്ട്. എന്നിട്ട് വർക്ക് ആണില്ല, എന്താണോ. വെള്ളം എടുത്തിട്ട് ഇവിടെ മീൻ ഒഴിച്ച് കൊടുക്കണം. പക്ഷേ അതിൻ്റെ ഉള്ളിൽ വെള്ളമുണ്ടോ? ഇവിടെ മീൻ ഒഴിച്ച് കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്നിട്ട് ഇതിന് മാറ്റണം. ഇത് മാറ്റിയിട്ട് ചെറുങ്ങനെ പണിയാണ്. ഓക്കെ, നമ്മളതൊന്ന് ചെറുങ്ങനെ പണിയാണ്. ചെറുങ്ങനെ ലാവിങ്ങനെ അവൻ്റെ വെച്ച് വർക്കാവാത്ത തുപ്പുന്നതാണെങ്കിൽ തീ തുപ്പുന്നില്ല. എന്താ മനസ്സിലാവുന്നില്ല. അല്ലേ അത് തുപ്പൻ്റെ ഉള്ള വെള്ളം നോക്കട്ടെ. ഇതിങ്ങനെ തുപ്പുന്നതാണ്. ഇതിവിടെ വെച്ച് റെഡ് സ്റ്റോണോ ഇല്ല, ഇവിടെ സ്വിച്ചോ ഒന്നുമില്ല എൻ്റെ കയ്യിൽ. അങ്ങനെയാണ് സീൻലെസ്. നമ്മളെന്തായാലും ഈ എപ്പിസോഡിൽ നമ്മൾ ഇത്ര റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഓട്ടോമാറ്റിക് ആക്കി സെറ്റ് ചെയ്യുന്നത് നമ്മൾ അടുത്ത വീഡിയോയിലാണ്. പിന്നെ ഈ സ്കിന്ന് മാറ്റാത്തതെന്ന് വെച്ചാൽ അത് മാറ്റാനുള്ള ഓപ്ഷൻ കാണിക്കുന്നില്ല അവിടെ, അതുകൊണ്ടാണ് മാറ്റാത്തത്. നമ്മളെന്തായാലും ഇതിൻ്റെ ബാക്കി പ്രോഗ്രസ് അല്ല അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചാനൽ സബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ എന്തായാലും ക്ലിയർ ആയിട്ട് നല്ലൊരു പ്രോഗ്രസ് ഉണ്ടാക്കി കാണിച്ചു തരുന്നതാണ്. ബൈ ബൈ.